ദ സർവൈവേഴ്സ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു ത്രില്ലർ സീരീസ് ആണിത്. ടോണി ഐറിസ് ക്രിയേറ്റ് ചെയ്ത് ചാർലി വിക്കേഴ്സ്, യെറിൻ ഹാ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഓസ്ട്രേലിയൻ ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. കെയ്റനും ഭാര്യ മിയയും അവരുടെ ഹോം ടൗൺ ആയ ഈവ്ലിൻ ബേ എന്ന കടലോര നഗരത്തിലേക്ക് വരുന്നത് മുതലാണ് കഥ ആരംഭിക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് 3 മരണങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു. ഇവർ എത്തിയതിനു ശേഷം വീണ്ടും അവിടെ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നതും അതിന്റെ അന്വേഷണവുമാണ് ഈ സീരീസ് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡീസന്റ് ക്രൈം ഡ്രാമയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് സീരീസിനുള്ളത്. നല്ല രീതിയിൽ എഴുതപ്പെട്ട കഥാപാത്രങ്ങൾ, ഭയങ്കര ഷോക്കിംഗ് ഒന്നും അല്ല എങ്കിലും ഡീസന്റ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ. ഒരു 4ാമത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു കൈൻഡ് ഓഫ് ട്വിസ്റ്റ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. കിടുവായിട്ടുള്ള ലൊക്കേഷൻ, മേക്കിംഗ്, ഒപ്പം നല്ല പെർഫോമൻസുകളും ഇതെല്ലാം സീരീസിന്റെ പോസിറ്റീവ്സ് ആണ്. അതോടൊപ്പം തന്നെ എനിക്ക് പേഴ്സണലി ഇമോഷണലി നന്നായിട്ട് കണക്ട് ആയ ഒരു കഥയും കഥാപാത്രങ്ങളും ഒക്കെയാണ് ഇതിലുള്ളത്. നല്ല ക്യാരക്ടർ ഡിസൈൻ, നല്ല ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ഉള്ളത് കൊണ്ടാണത്. വളരെ ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങളാണ്, ലെയേർഡ് ആണ്, പതിഞ്ഞ താളത്തിലാണ് കഥ പോകുന്നത് എന്ന് മാത്രം. അഭിനയിച്ച എല്ലാവരുടെയും നല്ല പെർഫോമൻസുകളാണ് സീരീസിലുള്ളത്. നമുക്ക് കഥാപാത്രങ്ങളോടും കഥാപശ്ചാത്തലത്തോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തന്നെ തോന്നുന്ന രീതിയിലാണ് എഴുത്ത്. കെയ്റനായിട്ട് വന്ന ചാർലി വീക്കേഴ്സ്, അതുപോലെ മിയയായിട്ട് വന്ന യെറിൻ ഹാ, വെറിറ്റി ആയിട്ട് വന്ന റോബിൻ മാൽക്കം, ഷോൺ ആയിട്ട് വന്ന ടോം ഗ്രീൻ, ബ്രയൻ ആയിട്ട് വന്ന ഡാമിയൻ, അങ്ങനെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങളാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കെയ്റൻ, മിയ എന്നീ കഥാപാത്രങ്ങൾ തന്നെയാണ്. ഇതിന്റെ ലൊക്കേഷനും ക്യാമറയും കിടുവാണ്. ഈവ്ലിൻ ബേ എന്ന് പറഞ്ഞ കഥ നടക്കുന്ന ഒരു ചെറിയ ടൗൺ തന്നെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് സീരീസിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ആ കടലോരത്ത് തന്നെ ചേർന്ന് കിടക്കുന്ന 1-2 ഗുഹകൾ, ബീച്ചിനടുത്തുള്ള വീടുകൾ, ഇതെല്ലാം കഥയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിംഗ്, VFX ഒക്കെ നല്ലതാണ്. അങ്ങനെ ടെക്നിക്കലി സീരീസ് നല്ല സൗണ്ട് ആണ്. ഒരു ഭയങ്കര പുതുമയുള്ള കഥയൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. ഒട്ടുമിക്ക ത്രില്ലറുകളും പോകുന്ന അതേ വഴിയിൽ തന്നെയാണ് ഇതും സഞ്ചരിക്കുന്നത്. പിന്നെ ക്യാരക്ടേഴ്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും ആരായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലെന്ന ആകാംക്ഷ കൊണ്ടും നമ്മളിത് കാണാനായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. എനിക്ക് പേഴ്സണലി സ്ലോ ബേൺ മിസ്റ്ററി ത്രില്ലേഴ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളരെ ആസ്വദിച്ചാണ് ഇത് കണ്ടത്. പക്ഷെ ചിലർക്ക് കഥയുടെ ഈ വേഗത വളരെ കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് താല്പര്യക്കുറവ് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. സോ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് തന്നെ പറയാം. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു നല്ല ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ക്യാരക്ടേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ട്, ആ ഒരു സ്ഥലത്തോടുള്ള ഇഷ്ടം കൊണ്ട്, പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയെ കൊണ്ട് ഞാൻ ആസ്വദിച്ചാണ് കണ്ടത്. സ്ലോ ബേണിംഗ് ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സീരീസ് ആണ്. കണ്ടാൽ നഷ്ടമാവില്ല. ഈ സീരീസ് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. 45 മുതൽ 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് സീരീസിനുള്ളത്. ലിമിറ്റഡ് സീരീസ് ആണിത്. ഈ സീസണിൽ തന്നെ കഥ കംപ്ലീറ്റ് ആകും. അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇംഗ്ലീഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഹിന്ദി ഡബിങ്ങും ഉണ്ട്. മലയാളം, തമിഴൊന്നുമില്ല. ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് കണ്ടത്. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാണ്.